പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ അർഫി വഅ്രിദ് അനിൽ ജാഹിലീൻ. നീ വിട്ടുവീഴ്ച സ്വീകരിക്കുകയും സദാചാരം കൽപ്പിക്കുകയും അവിവേകികളെ വിട്ട് തിരിഞ്ഞു കളയുകയും ചെയ്യുക. ഇവിടെ വിട്ടുവീഴ്ച സ്വീകരിക്കുന്ന കാര്യം പറയാൻ എന്താ കാരണം? മുമ്പത്തെ ആയത്തിൽ വിഗ്രഹങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകളും ഖുറൈശികളും വിഗ്രഹത്തെ ആരാധിക്കുന്നവരായിരുന്നു അല്ലേ. കഅബയിൽ 300ഓളം വിഗ്രഹങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ആ വിഗ്രഹങ്ങളെല്ലാം മക്ക വിമോചന സമയത്ത് പ്രവാചകനും അനുയായികളും കൂടി അതിനെടുത്ത് കടലിൽ കൊണ്ടുപോയി ഒഴിവാക്കുകയാണ് ചെയ്തത്. അവരുടെ ആരാധിച്ചവരുടെ സഹായത്തോടു കൂടി ആരാധിച്ചവർ തന്നെ അതിനെ ആരാധിക്കാൻ ആരും വരാതെയായി. അതിന് അവർക്ക് തന്നെ ഇതിനെ വിഡ്ഢിത്തരം മനസ്സിലായി. ഇപ്പോൾ ഒരു സ്ഥാപനം ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് കൂട്ടുക. മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഇപ്പോൾ ഒരു കമ്പനി പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ വലിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. കമ്പനി പൂട്ടിക്കണം, അങ്ങനെ ആക്കണം, അങ്ങനെ വലിയൊരു വാറോല എഴുതി വെച്ച് സ്ഥാപിച്ചു. അങ്ങനെ ഇരിക്കെ മറ്റൊരു വ്യക്തി വന്നിട്ട് അവിടെ ഒരു കമ്പനി അവിടെ ഉണ്ടായുള്ള ഗുണങ്ങൾ, അവിടെയുള്ള തൊഴിലാളികൾക്ക് ജോലി കിട്ടുന്ന ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കമ്പനി യാതൊരു മാലിന്യം പുറത്തേക്ക് വിടുന്നില്ല എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അവർ എല്ലാ വീടുകളിലും പോയിട്ട് ആ സമയത്തെ വീടുകളിൽ പോയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും, ഈ കമ്പനി നല്ലതാണെന്ന് അപ്പോൾ ആ തൊഴിലാളികൾക്കൊക്കെ പണിയില്ലാതെ നിൽക്കാൻ, അപ്പോൾ ഒരു കമ്പനി എന്നാൽ നമുക്ക് ജോലി കിട്ടുമല്ലോ എന്ന് കരുതി ഇവർ കമ്പനിയെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ബോർഡ് വെച്ച ആൾക്കാരുടെ വീട്ടുകാർക്ക് തന്നെ ജോലി കൊടുക്കാൻ ഈ കമ്പനി തയ്യാറായി. അങ്ങനെ ആ വീട്ടുകാർക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടി. ഈ കമ്പനി മൂലം ഒരുപാട് ഗുണങ്ങൾ കിട്ടി. അതുപോലെ കമ്പനി യാതൊരു മാലിന്യവും പുറത്തുവിടാത്ത കമ്പനിയാണെന്ന് വെച്ചോളൂ. അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഈ കമ്പനിയെ പറ്റി മതിപ്പ് മാത്രമെന്നുള്ളതുപോലെ എല്ലാ ആണ്ടറതിക്ക് ആകുമ്പോഴും ഈ കമ്പനി മുതലാളിമാർ അവരുടെ തൊഴിലാളികൾക്ക് വലിയ സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുടുംബക്കാരും ഒരമ്മമാരും പെങ്ങന്മാർക്ക് ഈ കമ്പനി ജോലിക്ക് പോകുന്നുമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഇവർ കമ്പനിക്ക് മുമ്പിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് ഇവർക്കൊരു ബൂമറങ് പോലെ തിരിച്ചു കുത്താൻ തുടങ്ങും. ഇവരെ പല്ലിളിച്ച് ചിരിക്കും. അപ്പം ഇവർ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആരും ഈ ഫ്ലെക്സ് ബോർഡ് ഇട്ട് മാറ്റുന്നുമില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്യും, പക്ഷെ രാത്രി വന്നിട്ട് പതുക്കെ ഇവരെന്നെ എന്തെങ്കിലും എടുത്ത് മാറ്റിക്കാളും. അങ്ങനെയൊക്കെ എത്ര സംഭവം ഉണ്ടായിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി പലതും വെച്ചിട്ട് അവസാനം എടുത്തു മാറ്റി ഇവരുണ്ടല്ലോ ഇല്ലുമിനാറ്റികൾ, അവരൊരു ഒരു ഫലകം സ്ഥാപിച്ചിരുന്നു. അതിവിടെ വിദേശ നാടുകളിൽ എവിടെയാണ്, സ്കോട്ട്ലൻഡിൽ എവിടെയോ ഒരു പ്രത്യേക ഫലകം, അതിന് പേരുണ്ട്. 10 ഇല്ലുമിനാറ്റികളിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ 10 കൽപ്പനകളാണ്. വലിയൊരു 4-5 ഫലകം. ആ ഫലകത്തിൻ്റെ ഫലത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ധ്രുവനക്ഷത്രം കാണാൻ കഴിയും. അങ്ങനെ ഒരു ഇതുണ്ട്. അത് ഏതോ മഹാജ്ഞാനികളുടെ സഹായം തേടിയിട്ട് അവർ വെച്ചതായിരിക്കും. പക്ഷേ ആ ഫലകം അവരൊരു കുറച്ച് മുമ്പ്, ഒരു 1-2 വർഷം മുമ്പ്, 2 വർഷമായില്ല, 1 വർഷം മുമ്പ് അവരെടുത്ത് പതുക്കെടുത്ത് മാറ്റിക്കളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വിചാരിച്ചമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഈ 2020-ലോ 2018-ലോ ന്യൂ വേൾഡ് ഓർഡർ സ്ഥാപിതമാവും എന്ന് കരുതിയിരുന്നു. പക്ഷേ അവർക്ക് എന്തുകൊണ്ടോ ചില അള്ളാഹുവിൻ്റെ സഹായം മൂലമൊക്കെ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ പരാജയപ്പെട്ടു. മാത്രമല്ല, ഇല്ലുമിനാറ്റിയെ പറ്റി ജനങ്ങൾ കൂടുതൽ പഠിക്കുകയും ഇല്ലുമിനാറ്റികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ആപത്താണ്. അവർക്ക് മുന്നോട്ടുള്ള പ്രയാണം തടസ്സപ്പെടുത്തും. അതുകൊണ്ട് ഇവർ പതുക്കെ എന്ത് ചെയ്തു, ആ ഫലകം എടുത്തു മാറ്റി. ഒരു സുപ്രഭാതത്തിൽ വലിയ അർദ്ധരാത്രി ഇവരെന്ത് ചെയ്യും, പതുക്കെ ആ ഫലകം എടുത്തു മാറ്റിക്കളഞ്ഞു. അതുപോലെ തന്നെ ഈ മക്കയിലെ ഖുറൈശികൾ അവർ തന്നെ എന്ത് ചെയ്തു, അവരുടെ സഹായത്തെ അവർ എടുത്തു മാറ്റിയല്ല, പ്രവാചകന് അനുയായികളോടും പറഞ്ഞു, നമ്മൾ ആരും ഇതിനെ ആരാധിക്കുന്നില്ല, ഇത്രയും അള്ളാഹിൻ്റെ കോപം വരുത്തുന്ന ഈ വിഗ്രഹങ്ങൾ ഇനിവിടെ വെച്ചേക്കരുത്, നിങ്ങളത് നമുക്ക് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ്റെ അനുമതിയോടുകൂടി ഇവർ വിഗ്രഹം മാറ്റുകയാണ്. ചെല്ലാണ്ട് അക്രമത്തിലൂടെയല്ല ആ വിഗ്രഹങ്ങൾ മാറ്റിയത്. ഒരു അനുമതിയോടുകൂടി വിഗ്രഹം ആരാധിച്ചവർ തന്നെ പറഞ്ഞിട്ടാണ്
അവർ തന്നെയാണ് മുൻകൈ എടുത്തത്. വിഗ്രഹത്തെ ആരാധിച്ചവർ തന്നെ എടുത്ത് ആ വിഗ്രഹങ്ങളെ എടുത്ത് കടലിൽ കൊണ്ട് തള്ളുകയാണ് ഉണ്ടായത്. അപ്പം വിട്ടുവീഴ്ച സ്വീകരിക്കുക. അപ്പം പ്രവാചകന് ഇതിൽ ഒരുപാട് വിട്ടുവീഴ്ച സ്വീകരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഈ വിഗ്രഹത്തിൻ്റെ വളരെയധികം ഇഷ്ടത്തോടു കൂടി ആരാധിക്കുന്ന ഒരു വിഗ്രഹമാണ്. അപ്പം നമ്മളത് അതിനെപ്പറ്റി വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് എതിർപ്പുണ്ടാവും. ആ എതിർപ്പ് ഉണ്ടാവുകയാണെങ്കിൽ നീ വിട്ടുവീഴ്ച സ്വീകരിക്കുക. മനസ്സിലായി? ഒരു കാര്യം പറയുക, അപ്പോൾ അവർ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ പതുക്കെ നമ്മൾ അവിടുന്ന് പിന്തിരിയുക. മനസ്സിലായി? അതാണ് ഒരു കരണീയം. അല്ലാണ്ട് നമ്മൾ എങ്ങനെ സ്ഥാപിക്കുക എന്നുള്ളത് പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ ഗുണദോഷിക്കുകയാണ്, പക്ഷെ അവരത് കേൾക്കാതെ നമുക്ക് നേരെ വല്ലാതെ കയർക്കുകയാണെങ്കിൽ നമ്മൾ പതുക്കെ ഒഴിവാവാനാണ് പ്രവാചകൻ കൽപ്പിച്ചത്. നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്ന് പറഞ്ഞിട്ട് ഒഴിവാവുകയാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മൾ ആ വിഗ്രഹങ്ങളെ, മറ്റു ഇതര മതസ്ഥരുടെ വിഗ്രഹങ്ങളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വല്ലാതെ നമ്മളെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ പതുക്കെ അവിടുന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. സദാചാരം കൽപ്പിക്കുക, അവിവേകികളെ വിട്ട് തിരിഞ്ഞ് കളിക്കുക. അതോടൊപ്പം സദാചാരം നമ്മൾ കൽപ്പിക്കുക. സദാചാരം നമ്മൾ പറഞ്ഞാൽ ഒരാളും അതിനെ എതിർക്കില്ല. നല്ലതാണല്ലോ പറയുന്നത്, അല്ലേ? ഒരു നാട്ടിൽ കുറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതിന് ആരും ഒന്നും പറയില്ല, അല്ലേ? അല്ലെങ്കിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, ആരും ഒന്നും പറയില്ല. അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, ആരും ഒന്നും പറയില്ല. പക്ഷേ അവരുടെ വിഗ്രഹങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഭൂമി ഉരുണ്ടതല്ല പരന്നതാണെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഉൾക്കൊള്ളില്ല. കാരണം ഇത്രയും കാലം പഠിച്ച് ഉരുണ്ടതാണല്ലോ. പരന്നതാണെന്ന് പറഞ്ഞാൽ അധ്യാപകന്മാർ ഒക്കെ കുട്ടികൾ പരിഹസിക്കും. അതുകൊണ്ട് അധ്യാപകന്മാരൊന്നും പരന്ന ഭൂമി ഉൾക്കൊള്ളില്ല. അപ്പോൾ അവർ മാത്രമല്ല പരന്നഭൂമി എന്ന് പറഞ്ഞു നടക്കുന്നവർ ആക്രമിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അവർ നമ്മൾ ആക്രമിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുപോലെ അനുകൂലിക്കുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക. സദാചാരം പറഞ്ഞാൽ ആരും നമ്മൾ ആക്രമിക്കില്ല. അപ്പോൾ സദാചാരം നമ്മൾ പറയുക. അവിവേകികളെ വിട്ട് തിരിഞ്ഞു കളയും ചെയ്യും. അതുപോലത്തെ അവിവേകികൾ എല്ലാ നാട്ടിലും ഉണ്ടാവും. അപ്പോൾ അവരോട് കൂടുതൽ വർത്തമാനം പറഞ്ഞ് ഇത് സമയം വേസ്റ്റ് ആക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പതുക്കെ തിരികെ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ മുന്നേറുകയും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുക. അത് നമുക്കൊരു ഊർജ്ജമാണല്ലേ. നമ്മളെന്ത് ചെയ്യും? ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജർ അല്പം പഴയതാവുന്നതനുസരിച്ച് അതിൻ്റെ വോൾട്ടേജ് കൂടുമെന്നും തോന്നുന്നു. അതിലേക്ക് ഫോണിലേക്ക് കയറുന്ന വോൾട്ടേജ് അല്പം കൂടും, ചിലത് കുറയും ചെയ്യുന്നു, ചിലത് കൂടുന്നുണ്ട്. അപ്പോൾ കൂടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫങ്ഷനൊന്നും വർക്ക് ചെയ്യില്ല. മറ്റുള്ള ശരിക്കുള്ള പുതിയ ചാർജറാണെങ്കിൽ, നല്ല ചാർജറാണെങ്കിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഫോൺ ഉപയോഗിക്കുകയും ചെയ്യും. ശരിക്കും ഉപയോഗിക്കാൻ പാടില്ല. ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, പൊട്ടിത്തെറിക്കും. പക്ഷേ ഇവിടെയുള്ള ചില സമയത്തൊക്കെ അർജൻറ്റ് സമയങ്ങളിലൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഫ്രീ ആയ ടൈം, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചാർജ് ചെയ്യാം. അപ്പം അതുപോലെ തന്നെ നമ്മളിങ്ങനെ അവിവേകികളെ കണ്ട് അവരോട് പറഞ്ഞ് സമയം പോക്കുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അടി മേടിച്ച് പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് പതുക്കെ അവരിൽ നിന്ന് വിടുതൽ നേടി നമ്മൾ അല്ലാഹുവിലേക്ക് എടുക്കുക. അത് നമ്മൾ ഊർജ്ജം കിട്ടും. ഒരു ഫോൺ ചാർജ് ആക്കുന്നത് മാതിരി നമ്മുടെ ആത്മീയമായിട്ടൊരു ഉറവാണ് നമുക്ക് പ്രബോധന കർമ്മത്തിന് കരുത്തേക്കുക. നമ്മൾ എത്രത്തോളം ആത്മീയമായിട്ട് എഴുതുന്നു അത്രത്തോളം നമ്മുടെ പ്രബോധന കർമ്മങ്ങൾ ജനങ്ങൾ സ്വീകരിക്കും. മനസ്സിലായി? നമ്മൾ അള്ളാഹുവിൽ അകലുന്നതോടുകൂടി ജനങ്ങൾ നമ്മളിൽ നിന്ന് അകലും. നമ്മിൽ അള്ളാഹു ഉണ്ടാകുമ്പോൾ ജനങ്ങൾ നമ്മിലേക്ക് ആകർഷിക്കും. മനസ്സിലായില്ലേ? ഇപ്പം ഒരു പൂവിൽ തേനുണ്ടെങ്കിൽ തേനീച്ചകൾ വരും, അല്ലേ? പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലികൾ വയനാട്ടിൽ നിന്നും വരുന്നു പറഞ്ഞ മാതിരി നമ്മിൽ അള്ളാഹുവിൻ്റെ ഈ ജ്ഞാനം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇസ്സത്ത്, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഊർജം, പോസിറ്റീവ് എനർജി നമ്മിലുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മിലേക്ക് ആകർഷിതമാകും. അതുകൊണ്ടാണ് പ്രവാചകനെ കണ്ട മാത്രം ഒരുപാട് പേർ ഇസ്ലാം വിശ്വസിച്ച ഒരുപാട് ആളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ വളരെ ചുമട്ടുകാരിയായ സ്ത്രീക്ക് പ്രവാചകനെ സഹായം ചെയ്തു കൊടുത്തപ്പോൾ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. പ്രവാചകൻ്റെ സമീപനം പെരുമാറ്റം പ്രവാചകന് എവിടുന്ന് കിട്ടി? അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു.
അള്ളാഹുവിലേക്ക് അടുത്തപ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ. അപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ നമുക്കൊരുപാട് ഗുണങ്ങൾ, നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒരുപാട് ഗുണങ്ങളുണ്ടാകും. അത് അവരിലേക്ക് നമ്മൾ ആകർഷിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് നേരം വള പറയേണ്ട ആവശ്യമില്ല. ഒരു നോട്ടം, ഒരു പെരുമാറ്റം, ഒരു കാര്യം, ഒരു നിലത്തുനിന്ന് ഒരു പേനയോ എന്തോ എടുക്കുന്ന ആ രംഗം കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവും, ഇവന് നല്ല വ്യക്തിയാണ് കേട്ടോ, ഇവനൊരു കാര്യം നിൽച്ച് നന്നാവും എന്ന് മനസ്സിലാക്കും. അപ്പോൾ അവരോട് നമ്മൾ കണ്ടമാനം വള പറയേണ്ട ആവശ്യമില്ല. അവർ എളുപ്പം നമ്മെ സ്വീകരിക്കും. നമ്മൾ പറയുന്ന ഉൾക്കൊള്ളും, നമ്മൾ പറയുന്നത് ശരിയാണ്, ശരി വെക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ആൾക്കാരെ ആയിട്ട് സംസാരിച്ച് നാവിലെ വെള്ളം വറ്റിക്കുന്നതിന് പകരം വേഗം അവരിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുക. എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ എടുക്കുക, അള്ളാഹുവിന് വേണ്ട ആരാധനകൾ എടുക്കുക. പ്രവാചകനും കൂട്ടരൊക്കെ രാത്രിയിൽ ദീർഘനേരം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരിൽ വ്യാപൃതരായിരുന്നു. പകലവർ സിംഹക്കുട്ടികളെ പോലെ രണാങ്കത്തിൽ പോരാടുന്നവരുമായിരുന്നു. പകലവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കും. യുദ്ധത്തിലും മറ്റ് സേവന പ്രവർത്തനങ്ങളിൽ സേവനം, പ്രബോധനം, അതുപോലെ കുടുംബാംഗങ്ങളുള്ള ഒത്തുചേരൽ, അവരിൽ നന്മ വ്യാപരിപ്പിക്കലും അവരിൽ നന്മ ഉപദേശിക്കലും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ദീനിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റു രാജാക്കന്മാർക്ക് കത്തെഴുതും, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുകളും കാര്യങ്ങൾ. ഇങ്ങനെ ഭയങ്കര അരിയും തലയും മുറുക്കി അവർ പകൽ സമയത്ത് എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പണിയെടുക്കും. രാത്രിയാണെങ്കിലും അള്ളാഹുവിൻ്റെ ആരാധനയിൽ കഴിച്ചു കൂട്ടും. അങ്ങനെയായിരിക്കണം വിശ്വാസികൾ. അപ്പോൾ ഇങ്ങനെയുള്ള അവിവേകളുമായിട്ട് കുറേ നേരം സംസാരിച്ച് നമ്മൾ തർക്കിച്ച് സമയം പോക്കരുത്. വേഗം നമ്മൾ അള്ളാഹുവിലേക്ക് എടുക്കുക, ആത്മീയമായിട്ട് ഉണരുക. ആത്മീയമായിട്ടുള്ള ഉയർച്ചയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ നിങ്ങളുടെ മുമ്പിൽ ക്ലാസ് എടുക്കുന്നത് ആത്മീയമായിട്ടുള്ള ഉയർച്ചയാണ്. ഞാൻ ഇനി ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്നതിന് വേണ്ട വേഗം ഞാൻ എന്ത് ചെയ്യും? നിർത്തും. മനസ്സിലെ ഇനിയിപ്പോൾ ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് കൂടി ചെയ്താൽ വീഡിയോ പൂർത്തിയാവുകയാണെങ്കിലും കൂടി ബാങ്ക് കൊടുക്കുന്ന കേട്ട വേഗം വീഡിയോ നിർത്തും, പോസാക്കുകയും പിന്നെ ബാക്കി തുടർന്ന് പറയുകയും ചെയ്യും. കാരണം അള്ളാഹുവിനോട് കാണിക്കുന്ന ഇഷ്ടമാണ് അള്ളാഹു നമ്മൾ ഉയർത്തുന്നത്. നമ്മുടെ പ്രഭാഷണങ്ങൾക്ക് മികവ് നൽകുന്നത് അള്ളാഹുവിൽ നിന്നുള്ളൊരു ഒരു ഇതാണ്, ഉദവിയാണ്. ആ ഉദവി ഇല്ലെങ്കിൽ നമ്മുടെ ഈ പ്രഭാഷണമൊക്കെ വെറും ഒരു ചവറായിട്ട് മാറും. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക, അള്ളാഹുവിന് ഇഷ്ടഭാചനങ്ങൾ ഉൾപ്പെടുക. അങ്ങനെ നമ്മൾ ചെയ്യുക. അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതലായി എടുക്കുകയും അങ്ങനെ ആ അള്ളാഹുവിൻ്റെ വെളിച്ചം നമ്മിൽ ഉണ്ടാവുകയും ആ വെളിച്ചത്തെ കൗതുകത്തോടു കൂടി നോക്കുന്ന ജനങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാവുകയും അങ്ങനെ അവർ നമ്മിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന, അങ്ങനെ തുടർന്ന് ലോകം മുഴുവൻ അള്ളാഹുവിൻ്റെ വെളിച്ചം വ്യാപരിക്കുന്ന ആ നല്ലൊരു ലോകത്തിനായി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.